അനുദിന വിശുദ്ധർ ജനുവരി 19 വിശുദ്ധ മാരിയൂസും കുടുംബവും. ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കാലത്ത്, അതായത് 268 തുടങ്ങി 270 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്ത് പേർഷ്യക്കാരനും കുലീന കുടുംബജാതനുമായ വിശുദ്ധ മാരിയൂസും ഭാര്യയായ വിശുദ്ധ മാർത്തയും മക്കളായ ഓഡിഫാക്സ്, അബാച്ചൂസ് എന്നിവരുമൊത്ത് രക്തസാക്ഷികളുടെ കബറിടങ്ങൾ വണങ്ങുന്നതിനായി റോമിലെത്തി. അവർ തടവിൽ കഴിയുന്ന ക്രിസ്ത്യാനികളെ സന്ദർശിക്കുകയും തങ്ങളുടെ വാക്കുകളാലും പ്രവർത്തനങ്ങളാലും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തു. കൂടാതെ അനേകം രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ മറവു ചെയ്യുകയും ചെയ്തു. അധികം താമസിയാതെ അവർ പിടികൂടപ്പെട്ടു. വിജാതീയരുടെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഭീഷണികളും പ്രലോഭനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നെങ്കിലും തങ്ങളുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നതിനാൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു. വിശുദ്ധ മാർത്തയാണ് ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. എന്തൊക്കെ പീഡനങ്ങളും സഹനങ്ങളും നേരിടേണ്ടി വന്നാലും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കരുതെന്ന് തൻ്റെ ഭർത്താവിനെയും മക്കളെയും ശക്തമായി ഉപദേശിച്ചിട്ടാണ് വിശുദ്ധ മരണത്തിന് കീഴടങ്ങിയത്. അതേ സ്ഥലത്ത് വെച്ച് അവരെല്ലാവരും തന്നെ കഴുത്തറുത്ത് കൊലപ്പെടുകയും മൃതദേഹങ്ങൾ തീയിലെറിയപ്പെടുകയും ചെയ്തു. ഫെലിസിറ്റാസ് എന്നു പേരായ മറ്റൊരു വിശുദ്ധ അവരുടെ പകുതി കരിഞ്ഞ ശവശരീരങ്ങൾ വീണ്ടെടുക്കുകയും തൻ്റെ പറമ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ട് വരെ ഈ വിശുദ്ധരുടെ മധ്യസ്ഥ തിരുനാൾ റോമൻ ദിനസൂചികയിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു.